അപ്പൊ ഇബ്നു കസീർ ഉദ്ധരിച്ചതിനെ കുറിച്ച് മൗലവി പറയുന്നത് ഒരു ഉത്തബിന്റെ കള്ളക്കഥ കൊണ്ടല്ലുണ്ട്. ഇനി ഒരു കള്ളുകുടിയന്റെ കഥ. ഒരു കള്ളുകുടിയൻ ഉത്തുബി എന്ന് പറയുന്ന ഒരു കള്ളുകുടിയുണ്ട്. ആ കള്ളുകുടി ഉണ്ടാക്കിയൊരു കഥ ഉണ്ട്. ആ കഥ ഒരാള് ഈ ഉത്തുബി ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ഇരിക്കുമ്പോ ഒരാള് വന്നു എന്നാണ്. ആ ആള് വന്നിട്ട് ഇങ്ങനെ ഒന്ന് രണ്ടുപേര് കവിത ചൊല്ലി പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അയാളത് തിരിച്ചുപോയി. ആ കഥയെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പല ആളുകളും ഈ ഇസ്തിഗാസക്ക് തെളിവ് പറയാറുണ്ട്. അത് തന്നെ ഇവിടെ നമ്മുടെ മുസ്ലിയാർ പയറ്റി ആ കള്ളക്കഥയാണെങ്കിൽ കള്ളക്കഥ എഴുതി വെച്ച ഇബ്നു കസീർ പ്രാമാണിക ഗ്രന്ഥകോ മൗലവി. ഇബ്നു കസീർ എന്നാൽ ഇബ്നു തൈമിയയുടെ ശിഷ്യനല്ലേ? അൽമനാറിൽ പ്രാമാണിക ഗ്രന്ഥം എഴുതിയതല്ലേ? അങ്ങനെ എഴുതിയ ഒരു ഗ്രന്ഥം കള്ളക്കഥ പ്രചരിപ്പിക്കുന്നതാണോ? എ പി ഉസ്താദിന്റെ പുസ്തകം പോലെയാണോ ഇബ്നു കസീറിന്റെ ബുക്ക്? എ പി ഉസ്താദിന്റെ ബുക്കിൽ പറയുന്ന ഇസ്തിഗാസ തൗഹീദിന്റെ ഭാഗമാണെങ്കിൽ ഇബ്നു കസീറിന്റെ കിതാബും തൗഹീദിന്റെ ഭാഗമാണ്. എ പി ഉസ്താദിന്റെ ബുക്ക് ശിർക്കാന്ന് പറയണമെങ്കിൽ അത് എഴുതി അതേ സമാനമായ ശിർക്ക് എഴുതി വെച്ച ഇബ്നു കസീർ തള്ളൂ മൗലവി. വൈരുദ്ധ്യം പറയല്ലേ? എന്നിട്ടിത് ഉത്തബി റളിയല്ലാഹു അൻഹു കള്ളുടിയനാന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് ഒരു വാചകണ്ട്, മുസ്തശ്റഫം ബി ഷറാബ്. അദ്ദേഹം ഷറാബ് കൊണ്ട് പ്രശസ്തനാണ് എന്നാണ്. മൗലവിക്ക് അതും തിരിയില്ല. ഷറാബ് എന്ന് പറഞ്ഞാൽ വസ്ല് ഷറാബ് എന്നൊക്കെ സാഹിത്യത്തിലെ ഒരു പ്രയോഗമാണ്. സാഹിത്യത്തിന്റെ വിവിധ ശാഖകളാണ്. അങ്ങനെ സാഹിത്യത്തിന്റെ വിവിധ കഴിവുകളൊക്കെ പറയുന്നിടത്ത് അദ്ദേഹം ഷറാബ് കൊണ്ട് അറിയപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ ഷറാബ് എന്ന് പറഞ്ഞാൽ കള്ളുടിയനല്ല മൗലവി, ഷാരിബുൽ ഖംർ എന്നാ കള്ളുടിയന് പറയാ. ഷറാബ് എന്നതിന് അറബി ഭാഷയിൽ കള്ളുടിയൻ എന്നൊരു നിഘണ്ടു അർത്ഥം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒന്നില്ല മൗലവി. അതിന് അറബി അറിയില്ല, മലയാളം അറിയില്ല, എന്നിട്ട് എന്താ കാട്ടുക? അങ്ങനെ മുസ്തശ്റഫം ബി ഷറാബ്, ഷറാബ് എന്ന വസ്ല് ഷറാബ് പോലത്തെ സാഹിത്യത്തിലെ ശാഖകളിൽ കഴിവുണ്ട്, അങ്ങനെ അറിയപ്പെട്ട ആളാന്നുള്ള ആ ആശയത്തെ മൗലവി കള്ളുടിയനാക്കിയതാണ്. കാരണം നിസ്സങ്കോചം പരസ്യമായി മദ്യപിക്കുന്ന ആളായിരുന്നു അത് കവിതയുടെ കാര്യത്തിൽ വലിയ ഉഷാറാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെമ്മീൻ എഴുതിയ തകയെ കാണാൻ വേണ്ടി വിദേശത്തുനിന്ന് ആള് വന്നപ്പോ കുടിച്ച് തുണി കോണമല്ലാതെ റോഡ് സൈഡിൽ കടന്നിരുന്നു. സാഹിത്യകാരന്മാർക്കൊക്കെ രണ്ടു പെഗ് അടിച്ചാലേ ചിലപ്പോ സാഹിത്യങ്ങൾ വരുള്ളൂ. എത്ര സുന്ദരമായിട്ട് അയാൾ ഒരു മഹാനായ പണ്ഡിതനെ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വരെ ഉസ്താദായ ഉത്ബി റളിയല്ലാഹു അൻഹുവിനെ പറ്റി നിസ്സങ്കോചം കള്ളുടിയൻ. അയാൾക്ക് വിവരമില്ലായിട്ടുള്ള തകരാറാണ്. എന്നിട്ട് സഹോദരന്മാരെ, ഇവിടെ മൗലവിമാർ ഇങ്ങനെ ആയത്തുകളും ഹദീസ് റസൂലുള്ളാഹിനെ വിളിച്ചതുകൊണ്ട് കാഫിറാകുകയാണെങ്കിൽ തലക്കെന്ന് തുടങ്ങണം. ആരും ഉള്ളിലുണ്ടാവില്ല, ഒക്കെ പുറത്തേക്കാരം.